വാമന അവതാരം. 16,000 വർഷത്തിന് മനുഷ്യന് നീളക്കുറവായ സമയത്ത് മഹാബലി ചക്രവർത്തി നാട് വാഴുകയായിരുന്നു. അദ്ദേഹം വളരെ സമർത്ഥനായ രാജാവായിരുന്നു. അദ്ദേഹം സോഷ്യലിസ്റ്റ് നടപ്പാക്കിയ ഒരു രാജാവാണ്. അദ്ദേഹത്തിന് ഭയങ്കര ദാനധർമ്മം. അങ്ങനെ അദ്ദേഹം ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി വാമനൻ വന്ന് പറഞ്ഞു, എനിക്കൊരു 3 അടി മണ്ണ് വേണം. മഹാബലി പറഞ്ഞു, പൊന്നും മോനെ, നിനക്ക് തീരെ സൈസ് കുറവല്ലേ, എനിക്ക് 6.5 അടി ഇപ്പോൾ കൊണ്ട് ഞാൻ അളന്നത് എൻ്റെ കാലിൽ. വാമനൻ പറഞ്ഞു, വേണ്ട, എൻ്റെ കാലുകൊണ്ട് മതി. അപ്പോൾ കൊടുത്തു. വാമനൻ 2 ചുവട് വെച്ചപ്പോൾ ഭൂമി ആകാശമൊക്കെ അളന്നു. 3ാമത്തെ കാല് വെക്കാൻ സ്ഥലമില്ല. അദ്ദേഹം തോൽവി സമ്മതിച്ചു. ഇതാണ് കഥ. പുരാണത്തിലെ 2 കഥയുണ്ട്. അതെല്ലാം മലയാളി പറയുന്ന കഥ. ശ്രീമദ് ഭാഗവതത്തിലെ കഥയ്ക്കകത്ത് പരാജയപ്പെട്ട മഹാബലിയോട് വാമനൻ പറഞ്ഞു, നീ ജീവിതം പൂർണ്ണമാക്കി, ആയതിനാൽ നിന്നെ സുതലത്തിലേക്ക് അയക്കുകയാണ്. അതലം, വിതലം, സുതലം തുടങ്ങി സ്വർഗതുല്യമായ സ്ഥലങ്ങളാണ്. അവിടെ കൊണ്ടാക്കിയിട്ട് വാമനൻ മഹാബലിക്ക് കാവലി നിന്നു. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ കഥ. എന്നാൽ പത്മപുരാണം ഉൾപ്പെടെ പുരാണങ്ങൾ കഥ പറയുന്നുണ്ട്. മഹാബലി തോപ്പിയ ശേഷം വാമനൻ പറഞ്ഞു, മഹാബലി, നീ നല്ലൊരു രാജാവാണ്, നിനക്കൊരു ചെറിയ കുഴപ്പം, അഹങ്കാരം, അതൊന്ന് ശമിപ്പിക്കാൻ വന്നതാണ്. ഞാൻ രാജ്യം നിനക്ക് തിരിച്ചു തരികയാണ്. നീ 36 വർഷം രാജ്യം ഭരിക്കുക, അത് കഴിഞ്ഞ് നിന്നെ സുതലത്തിലേക്ക് അയക്കും. അങ്ങനെ മഹാബലി ചക്രവർത്തി 3 വ്യാഴവട്ടക്കാലം 36 കൊല്ലം രാജ്യം ഭരിച്ച് അദ്ദേഹം ചിരഞ്ജീവിയായി. മരണമില്ലാത്ത ഒരു 7 പേർ, അശ്വത്ഥാമ, ബലി, വ്യാസു, ഹനുമന്തോ, വിഭീഷണ തുടങ്ങിയ 7 പേർ. 2ാമത്തെ ആളാരാണ്? മഹാബലി ചിരഞ്ജീവിയായി. ഈ 2 കഥയാണ് പുരാണത്തിലുള്ളത്. പക്ഷെ മലയാളിക്കുണ്ടല്ലോ ഈ കഥയുടെ ലാസ്റ്റ് ഭാഗം ഒന്ന് മാറ്റി. 3ാമത്തെ ചുവടുവെക്കാൻ സ്ഥലമില്ലാത്തവൻ മഹാബലി തല കാണിച്ചു കൊടുത്തു, ചവിട്ടി അവനെ അങ്ങ് പാതാളത്തോട്ടാക്കി. ഈ മലയാളിക്കുണ്ടല്ലോ വല്ലവനും ചവിട്ടുക, തലക്കടിക്കുകയൊക്കെ വലിയ രസമുള്ള പരിപാടിയാണ്. മലയാളിയുടെ വർഗ്ഗ സ്വഭാവം ഈ കഥക്കകത്ത് ചേർത്ത്. പുരാണത്തിൽ തലയ്ക്ക് ചവിട്ടും പാതാളത്തിലേക്കൊന്നും ഇല്ല, മലയാളി ഉണ്ടാക്കിയ അഡീഷണലാണ്. അപ്പോൾ ഇത് ശ്രദ്ധേയമായൊരു കഥയാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ശുക്രാചാര്യർ ഇറങ്ങി വന്നു, മഹാബലിയെ സൂക്ഷിക്കണം, ഇവൻ ചെറിയവനാണെങ്കിൽ ഇവനെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജ്മെൻറ്റ് സയൻസിലെ ആദ്യത്തെ പ്രിൻസിപ്പളാണ് പഠിപ്പിക്കുന്നത്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. ശത്രുവിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ അവൻ തോറ്റിരിക്കും. പരീക്ഷയോ ഞാനെല്ലാം പഠിച്ചെന്നൊരു കുട്ടി അഹങ്കരിച്ചാണ്ടല്ലോ, അവൻ ആ പരീക്ഷയ്ക്ക് A+ കിട്ടാൻ പോതില്ല. അവൻ അഹങ്കരിച്ചിരിക്കുകയാണ്. അവൻ പഠിച്ചെന്നുള്ളതിൻ്റെ അഹങ്കരിച്ച അവന് A+ കിട്ടുകയില്ല. എനി എക്സാമിനേഷൻ, എനി പ്രോബ്ലം, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എനിമി. ഇലക്ഷൻ വരുവാണ്, എതിർ സ്ഥാനാർത്ഥി അവൻ ആരോ വോട്ട് ചെയ്യും, ഞാനോ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഇലക്ഷൻ എന്നുണ്ടല്ലോ, മറ്റവൻ ജയിച്ചിരിക്കും, പൊട്ടിയിരിക്കും. അപ്പം മാനേജ്മെൻറ്റ് സയൻസിൽ ബേസ് പഠിപ്പിക്കുകയാണ്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. മഹാബലി കോറ്റി അമളി പറ്റരുത്, പഠിച്ചു തരികയാണ്. പിന്നെ കഥയ്ക്കൊരു ലോജിക്കുണ്ടോ? ഒരു ലോജിക്കും ഇല്ല. പരന്ന കാലുകൊണ്ട് ഉരുണ്ട ഭൂമി അളക്കാൻ പറ്റുമോ? ഭൂമി ഗോളമല്ലേ, പരന്ന കാല് വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിൽ കൊണ്ടാൽ മറ്റേ സൈഡിൽ അളക്കാൻ പറ്റുമോ? പറ്റിയില്ല. ആകാശം അളക്കാൻ പറ്റുമോ? ആകാശം ശൂന്യാകാശമല്ല, അവിടെ ചവിട്ടാൻ വല്ല ഇരിപ്പുണ്ടാകും. 360 ഡിഗ്രി എടുക്കുന്ന ആകാശത്തെ കാലുകൊണ്ട് ഇങ്ങനെ ഒട്ടി അളക്കാൻ പറ്റുമോ? അപ്പോൾ കഥ കംപ്ലീറ്റ്ലി അൺസയൻറ്റിഫിക്കാണ്. അൺസയൻറ്റിഫിക് കഥ എന്തിനാണ് പറയുന്നത്? നമ്മളെ പാഠം പഠിപ്പിക്കാനാണ്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. മേക്ക് ഓൾ പ്രിക്കോഷൻസ് ബിഫോർ എനിബഡി ക്യാൻ ചീറ്റ് യു. ഒരു ഫയലിൽ എന്ത് കുഴപ്പമാണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മുൻകൂട്ടി കണ്ടോണം. മാനേജ്മെൻറ്റ് സയൻസ് ഒരു നിയമമുണ്ട്, മോഴ്സ് ലോ. ഇഫ് എനിത്തിങ് ക്യാൻ ഗോ റോങ് ഇറ്റ് വിൽ. അപ്പോൾ എവിടെയെങ്കിലും അപകടം പറ്റാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയാതെ ഒരു ഭരണാധികാരി ഭരിച്ചാൽ അവൻ അപകടത്തിൽ ചാടും. പഠിപ്പിക്കുകയാണ്. ഈ കഥയിൽ നിന്നാണ് മലയാളത്തിലൊരു പഴമൊഴി വന്നത്, ആളിൽ കുറിയവരെ വിശ്വസിക്കരുത്. വാമനൻ്റെ കൂട്ട് നീളം കുറഞ്ഞവനുണ്ടല്ലോ, സൂക്ഷിച്ചോണം, അവൻ ചതിച്ചളയും. എന്നാൽ മലയാളത്തിനേക്കാൾ നല്ല പഴമൊഴി തമിഴിലാണ്. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. കള്ളം വല്ലപ്പോഴും പറ്റിയും കുള്ളനെ എപ്പോഴും പറ്റിച്ചളയും തമിഴന്മാർ പറയുന്നതാണ്. ഈ കഥയെല്ലാം വരുന്ന മഹാബലിയുടെ വാമനൻ്റെ കഥയിലാണ്. നീളം കുറഞ്ഞവരെ വിശ്വസിച്ച് കളയുന്നൊരു പഴമൊഴി വന്നിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്ന് വരുന്ന ഒരു പഴമൊഴിയാണ്. ഇനി മഹാബലി കേരളം വല്ലതും ഭരിച്ചിട്ടുണ്ടോ? മഹാബലി കേരളം കണ്ടിട്ട് പോലുമില്ല. മഹാബലി വെച്ച് നർമാതീര തീരത്താണ്. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഒരു 600 അടി പൊക്കമുള്ളൊരു വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്ചുവിൻ്റെ രൂപത്തിലൊരു കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ വടക്കോട്ട് പോകുമ്പോഴാണ് മഹാബലിയുടെ യാഗത്ര. ഞാൻ പോയ യാഗത്ര കണ്ടിട്ടുണ്ട്. അവിടെയാണ് മഹാബലി യാഗം നടത്തിയ സ്ഥലം. മഹാരാഷ്ട്രയിൽ നമ്പൂരിമാർ കേരളത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന കഥയാണ് ഈ കഥ. മഹാബലിയുടെയും വാമനൻ്റെയും കഥ. ഇനി ഈ കഥ കേൾക്കുമ്പോൾ ഇവരിന്ന് ശത്രുക്കളായെന്ന് തോന്നിക്കളയോ? ശത്രുക്കളായോ? ഇല്ല. 2 തലമുറ കഴിഞ്ഞപ്പോൾ മഹാബലിയുടെ മകൻ വാമനൻ
വാമനൻ്റെ മകൾ ഉഷ. 2 ജന്മം കഴിഞ്ഞപ്പോൾ വാമനൻ ശ്രീകൃഷ്ണനായി. ശ്രീകൃഷ്ണ മോൻ്റെ മോൻ അനിരുദ്ധൻ ഉഷയെ പ്രേമിച്ചു. അവസാനം ഉഷയും അനിരുദ്ധനും കല്യാണം കഴിച്ചു. 2 തലമുറ കഴിഞ്ഞപ്പം വാമനനും മഹാബലിയും ബന്ധുക്കളായി മാറി. ശ്രീമദ് ഭാഗവതത്തിൽ രുക്മിണി സ്വയംവരത്തിൻ്റെ കഥ പറയും. രുക്മിണി സ്വയംവരം ചെയ്തപ്പം രുക്മിണിയുടെ ആങ്ങള രുക്മിണി കയറി വെള്ളം ഉണ്ടാക്കി അവനെ അടിച്ച് താഴെയിട്ട് കെട്ടിയിട്ട് ശ്രീകൃഷ്ണൻ രുക്മിണിയെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു. അപ്പോൾ കൊടുങ്ങല്ലൂരിനടുത്തൊരു സപ്താഹത്തിന് ഞാൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ എൻ്റെ പ്രസംഗം തൊട്ട് മുമ്പ് യജ്ഞാചാര്യം പറഞ്ഞ കഥ ഈ രുക്മിണി സ്വയംവരമായിരുന്നു. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി എഴുന്നേറ്റ്, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അല്ല യജ്ഞാചാര്യം, ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി, എനിക്കൊരു പെണ്ണിനെ പ്രേമമുണ്ട്, അവളുടെ ആങ്ങളെ അടിച്ച് താഴെയിട്ട് അവളെ ഞാൻ കൊണ്ടുവരാം. അല്ലയോ യജ്ഞാചാര്യ? കോളേജിൽ പഠിക്കുന്ന പയ്യൻ്റെ തല പോയിട്ട് അതിൽ കണ്ടു. രുക്മിണി സ്വയംവരം കഥ കേട്ടപ്പോൾ കാമുകിയുടെ ആങ്ങളെ അടിച്ചിട്ട് കൊണ്ടുവരാം എന്ന് മനസ്സിലായി. ഇങ്ങനെ മനസ്സിലായ ഭാഗവതം മനസ്സിലാവോ? ഇല്ല. രുക്മിയെ താഴെയിട്ട ശേഷം രുക്മിണിയെ കല്യാണം കഴിച്ചു. പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ രുക്മിയെ രാജാവാക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു. രുക്മിയെ രാജാവാക്കി. ഈ രുക്മിണിയിൽ ഭഗവാൻ കൃഷ്ണനും ഒരു മകൻ ജനിച്ചു. ആ മകനെ കൊണ്ട് ആരെ കെട്ടിച്ചു? ആ ആങ്ങളെ രുക്മിയുടെ മോളെ കൊണ്ട് രുക്മിണി പ്രസവിച്ച മോനെ കല്യാണം കഴിപ്പിച്ചു. നായന്മാർ അമ്മാവൻ്റെ മോളെ കിട്ടുന്ന പരിപാടിയില്ലേ, ഫസ്റ്റ് കസിൻ മാരേജ്, തുടങ്ങുന്ന അവിടെ നിന്നാണ്, പുരാണത്തിൽ നിന്നാണ്. രുക്മിയുടെ മോളെ കൊണ്ട് രുക്മിണിക്ക് ശ്രീകൃഷ്ണനുണ്ടായ മകനെ കല്യാണം കഴിപ്പിച്ചു, ഫസ്റ്റ് കസിൻ. അപ്പോൾ രുക്മിണി ശ്രീകൃഷ്ണൻ എന്നും വഴക്കായോ? ഇല്ല, അവരിതും യോജിപ്പായിരുന്നു. ഇനി മഹാബലിയുടെ കൊച്ചുമോൻ ആരാണ്? രാവണൻ. ആ രാവണനും ശ്രീരാമനും തമ്മിൽ അടുത്ത ജന്മത്തിൽ യുദ്ധം ഉണ്ടായി. അപ്പോൾ പുരാണം വായിക്കുമ്പോൾ ഒരു കഥ കൊണ്ട് നിന്ന് കളയരുത്. യു ഷുഡ് നോ ദ സീക്വൻസ്. അപ്പോൾ മഹാബലി ചക്രവർത്തി നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും കഴിവിൽ അഹങ്കരിക്കരുത്. താഴ്മയും വിനയവും കൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. എനിമി ഏത് സമയത്ത് അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എനിമിയെ നേരിടാൻ. പെർമനൻ്റ് എനിമിറ്റി പാടില്ല ലോകത്തിൽ വിജയിക്കണമെങ്കിൽ. ഇങ്ങനെ അനേകം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് വാമനാവതാരം. വാമനാവതാരം കഴിഞ്ഞാൽ അടുത്ത അവതാരം പരശുരാമ അവതാരമാണ്. മഴുവും ചുഴറ്റി ഒരാളിങ്ങനെ നടക്കുകയാണ് പരശുരാമൻ. എന്തിനേയും വെട്ടും. അമ്മയും വെട്ടിയും കൊന്നയാളെ പരശുരാമൻ. അപ്പം പറഞ്ഞിട്ടാന്നൊരു ന്യായമുണ്ട്. പക്ഷേ ഈ പരശുരാമനാണ് കേരളത്തിൽ വന്ന് 108 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. പരശുരാമൻ ക്ഷേത്രങ്ങൾ 108 എണ്ണം. ഈ മഴുധാരിയായ പരശുരാമൻ. ഇനി പരശുരാമനെ പറ്റി ഒരു പുരാണത്തിൽ പറയാത്തൊരു കഥ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പുരാണത്തിൽ പറയാത്ത കഥ ഭയങ്കര മിടുക്കന്മാരാണ്. മഹാബലിയെ കേരളത്തിൽ കൊണ്ടുവരുന്ന പോലെ. ഈ പരശുരാമൻ ഗോകർണത്ത് നിന്ന് മഴു എടുത്തൊരു ഏറ് വെച്ച് കൊടുത്തു. മഴു പോയി കന്യാകുമാരി വീണപ്പം കടലങ്ങോട്ട് മാറി കേരളം ഇഞ്ഞ് പൊങ്ങി വന്നതാണ്. ഒരു പുരാണത്തിലില്ലാത്തൊരു കഥയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് നമ്പൂതിരിമാർ കേരളത്തിൽ വന്നപ്പം കേരളത്തിലൊരു ഫിനോമിനൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കടൽ പുറകോട്ട് മാറുന്നൊരു ഫിനോമിനൻ. അന്നത്തെ കടൽ തുറയെന്ന് പറഞ്ഞ തുറമുഖം, തൃപ്പൂണിത്തുറയായിരുന്നു തുറമുഖം. കടലൊരു 30 കിലോമീറ്റർ പുറകോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ അവിടെ നിൽക്കുന്നു അറബിക്കടൽ. അതിൻ്റെ തൊട്ടടുത്താണ് മുളന്തുരുത്തി, പരിമളത്തിന് വേണ്ടി ജനിച്ച സ്ഥലം. മുളച്ചു വരുന്ന തുരുത്ത്, പുതിയ തുറമുഖം പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കടലങ്ങ് പുറകോട്ട് മാറി മുളന്തുരുത്തി കരയായി. വൈക്കം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പുതിയ ഭൂമി, ന്യൂ ലാൻഡ്. കടലിൽ പുറകോട്ട് മാറി പൊങ്ങി വന്ന ഭൂമിയാണ് വൈക്കം. അവിടെ നമ്മൾ ക്ഷേത്രം ഉണ്ടാക്കി. കടുത്തുരുത്തി, കടൽ തുരുത്ത്, കടൽ തീരത്തുള്ള തുറമുഖമാണ്. കടലങ്ങ് പുറകോട്ട് മാറി കടുത്തുരുത്തി കരയായി മാറി. ഏറ്റുമാനൂർ, മണ്ണ് ഏറി വന്ന് നിരപ്പായ സ്ഥലം. കടൽ പിന്മാറിയപ്പോൾ കര മണ്ണ് നിരപ്പായി പൊങ്ങുന്ന സ്ഥലമായി. കോട്ടയത്തിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ പോകുമ്പോൾ കോടിമത പാലം, അവിടെ തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലമായിരുന്നു. കടലങ്ങ് പുറകോട്ട് മാറി ഇപ്പോൾ കോടിമതക്കരയായി. കുമരകം, കടൽ പുറകോട്ട് മാറി കുമരകി പൊങ്ങുന്ന മണ്ണ് കുമരകി പൊങ്ങുന്ന സ്ഥലം കുമരകം. നിരണം, നീരണയുന്ന തിരമാല അടിക്കുന്ന സ്ഥലമാണ്. കൊല്ലത്തിൻ്റെ അവിടെ 22 കിലോമീറ്റർ നീളം, ഒരു 6 കിലോമീറ്റർ വീതിയിലാണ് കടൽ പൊങ്ങി വന്നത്. കടൽ മാറി കര പൊങ്ങി വന്നു. കൊല്ലത്തുകാരനെ വിളിച്ചു നീണ്ട കര പൊങ്ങി വന്ന. ഈ ഫിനോമിനൻ കണ്ട നമ്പൂതിരിമാർ വളരെ രസകരമായി കഥ പുരാണത്തിൽ കൊണ്ട് ഇല്ലാത്തൊരു കഥയുണ്ടാക്കി. അതാണ് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കി. ആ കഥ അവിടെ നിൽക്കട്ടെ, നമ്മളെന്തോ പഠിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ ഈ കിട്ടുന്നൊരായുധം ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. ആ മഴ ഉപയോഗിച്ച് ഏത് മൃഗത്തെ കൊല്ലാം, മരം വെട്ടി താഴെ ഇടാം.
പക്ഷെ അതേ മഴ ഉപയോഗിച്ച് കേരളം പോലെ സുന്ദരമായ ഭൂമി പരശുരാമൻ ഉണ്ടാക്കിയെന്ന കഥ. ഒരാടെ ഒരു പിച്ചാത്തി കിട്ടി. ആ പിച്ചാത്തി വെച്ച് വെജിറ്റബിൾസ് അറിഞ്ഞാൽ നല്ല കറി ഉണ്ടാക്കാം. അതേ പിച്ചാത്തി ഒരുത്തൻ്റെ വയറിനകത്തോട്ട് കുത്തിയും കയറ്റിയാൽ അവനെ കൊല്ലാനും ആ പിച്ചാത്തി ഉപയോഗിക്കാം. ഒരാടെ ഒരു പേന കിട്ടി. പേന വെച്ച് പരീക്ഷ എഴുതാം. ഞാൻ 175 പരീക്ഷ പാസ്സായി, 8 ഡിഗ്രികൾ പാസ്സായി. പേന വെച്ച് പരീക്ഷ എഴുതാണ്. അതേ പേന ഉപയോഗിച്ച് അയൽവക്കത്തവൻ്റെ ഭാര്യയെപ്പറ്റിയും മോളെ പറ്റിയൊക്കെ ഉള്ള വൃത്തികേടെല്ലാം കൂടെ എഴുതി അയച്ചാൽ ചിലപ്പോൾ ആത്മഹത്യ നടക്കും. ചിലപ്പോൾ കഴിവുള്ള ആങ്ങളമാരുണ്ടെങ്കിൽ വന്ന താളെ കടിച്ചവൻ്റെ ഇടപാട് തീർത്തിട്ട് പോകും. സെയിം പേന ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. പരശുരാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, മഴു എന്ന് പറയുന്നൊരായുധം ദുഷ്ടത്തിന് ഉപയോഗിക്കാം, പക്ഷെ അതുകൊണ്ട് പ്രയോജനപ്പെട്ട് ഉപയോഗിക്കാം. ഇനി ഈ മഴവും കൊണ്ട് നടക്കുന്ന പരശുരാമൻ, അദ്ദേഹം ഒരു വലിയ കോളേജ് ഉണ്ടാക്കി. പരശുരാമൻ്റെ ഗുരുകുലം ആരൊക്കെയാണ് പഠിച്ചത്? ഭീഷ്മാചാര്യർ അവിടുത്തെ പരശുരാമൻ്റെ ശിഷ്യനായിരുന്നു. ദ്രോണാചാര്യർ അവിടുത്തെ ശിഷ്യനായിരുന്നു. കർണൻ പരശുരാമൻ്റെ ശിഷ്യനായിരുന്നു. മഹാഭാരതത്തിലെ വലിയ ഗജവീരന്മാരുടെ പേര് നോക്കിയാൽ അവരെല്ലാം പരശുരാമൻ്റെ ഗുരുകുലത്തിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ ഒരേ മനുഷ്യൻ മഴുകൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ, അതേ മനുഷ്യൻ വലിയ കോളേജ് സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ പാഠം. ഡുവാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരാൾക്ക് നന്മ ചെയ്യുന്നവനും ആവാം, അതേ കഴിവുപയോഗിച്ച് തിന്മ ചെയ്യുന്നവനും ആവാം. ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് പരശുരാമ അവതാരം. ഈ മഴവും കൊണ്ട് നടന്ന ഹണ്ടർ ഗാദർ വിദ്യാലയ സ്ഥാപനം നടത്തി. കേരളത്തിലെ 108 ക്ഷേത്രങ്ങൾ പണിഞ്ഞു. പരശുരാമൻ ക്ഷേത്രങ്ങൾ, ഓൾഡസ്റ്റ് ടെമ്പിൾസ് ഇൻ കേരള 108 സ്ഥാപിച്ചത് പരശുരാമനാണെന്ന് നമ്മുടെ ഐതിഹ്യം. ഇത് വളരെ സുന്ദരമായി മനസ്സിലാക്കേണ്ട പാഠം.